Yes guys, it's part 2 of the gift idea. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ തന്നെ അവസ്ഥ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ 10-30 ഗിഫ്റ്റ് കൊടുക്കുക. അന്നാണ് ഞാൻ വഴിക്കൂടെ പോയപ്പോൾ ഗേസ് കണ്ടത് കുറേ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ സാധനമാണ് ഗേസ്. അതുകൊണ്ട് പൊടിയൊക്കെ ഉണ്ട്, കുറച്ച് പൊടിയൊക്കെ നമുക്ക് കിട്ടിക്കളയാം. അപ്പോൾ ഞാനുണ്ടായിരുന്നു നമുക്ക് ഓണാക്കിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ടെ നിങ്ങളാദ്യം കാണിച്ചു. കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്, പൂവുണ്ട്, പൂക്കൾ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് വെച്ചിട്ട് കൊടുക്കാൻ. അതിനാണ് ഞാൻ വിചാരിച്ചത് ഈ പൂക്കളാണ്. ഒരു റോസ് പൂ കൊടുക്കാം. ഈ പൂ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടൊരു പൂവാണ്. ഈ പൂ എനിക്ക് കൊടുക്കണം വിചാരിച്ചില്ല. നെക്സ്റ്റ് പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നെക്സ്റ്റ് പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നെക്സ്റ്റ് പൂ മച്ചു ബ്ലൂവൊക്കെ ഫ്ലവറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലവർ അവിടെ നിൽക്കട്ടെ, നമുക്ക് 3 ഫ്ലവർ ആദ്യം കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ കൊടുക്കാൻ വേണ്ടി നമുക്ക് പൂമ്പാറ്റ കൊടുത്താലോ? ഫ്ലവേഴ്സൊക്കെ നമുക്ക് കൊടുക്കാൻ തീരുമാനിച്ച സാധനമൊക്കെ നമുക്ക് ഈ ഒരു കളക്ഷനകത്ത് ഇടാം. നമുക്ക് നേരം പൂമ്പാറ്റ കൊടുക്കുന്നുണ്ട്. ഇപ്പം പൂമ്പാറ്റ കൊടുക്കുന്നുണ്ട്, ഒരു പിങ്ക് കൊടുക്കുന്നുണ്ട്, പിങ്ക് പൂമ്പാറ്റ, പിന്നെ ഒരു ബ്ലൂ പൂമ്പാറ്റ, പിന്നെ ഒരു പർപ്പിൾ പൂമ്പാറ്റ. അല്ല ഞാൻ പർപ്പിൾ ബ്ലൂ പിങ്ക് പോപ്പ് ആ ഒരു കളേഴ്സ് കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് എന്തായാലും കൊടുക്കാം, സ്റ്റാർസ് കൊടുക്കാം. പർപ്പിളുണ്ട്, ഗ്രീനും പിങ്കും കൊടുക്കാം. അല്ലെങ്കിൽ ബ്ലൂ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ മാച്ച് ആയിട്ടുള്ളൊരു എക്യു ഗ്രീൻ ഉണ്ട്. അപ്പോൾ എക്യു ഗ്രീൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ സ്റ്റാർ കൊടുക്കണം. സ്റ്റാർ നമുക്ക് വേറെന്തെങ്കിലും ചെയ്യാം. സ്റ്റാർ ഭയങ്കര വലിയതാണ്, നമ്മുടെ സാധനത്തിനൊക്കെ ഭയങ്കര വലുതാണ്. സ്റ്റാറിന് സാധനം ഇത് വേണം. What is this things? I see the snow, yeah. Very good things. I don't like this. Flowers, love, hearts. I don't like it. Then which thing? ഈ കളക്ട് ചെയ്യാനോ വേണം ഏറ്റവും ഒരു ടാസ്ക്. പേൾസ് കൊടുത്താലേ പേൾസ് വെറൈറ്റി ഉണ്ട്. We can give some pearls. Oh guys, I see some flowers. Let's give some flowers guys. Flowers ഇഷ്ടപ്പെടുന്ന ആളായിരുന്നത് ഫ്ലവേഴ്സ് കൊടുക്കാം. 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഫ്ലവേഴ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനിയാണ് കുറേ ടൈപ്പ് ഫ്ലവേഴ്സൊക്കെ കൊടുക്കാം. 4 ഫ്ലവേഴ്സാണ്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും സൺഫ്ലവർ, ഇത് രണ്ടും മറ്റേ ഫ്ലവേഴ്സാണ്. ഈ സാരികളൊക്കെ നമുക്ക് ആദ്യം നിലത്ത് വെക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പം ഈ സാധനങ്ങളൊക്കെ ഞാൻ നിലത്തൊക്കെ മുമ്പേ ഈ പെട്ടി എവിടെ നിന്നാണ് ഞാൻ കൊണ്ടുവച്ചാൽ അവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുക്കേണ്ടി വന്നെങ്കിൽ അവിടെ തന്നെ പോയി എടുക്കാമല്ലോ. അഡ്ജസ്റ്റൻ്റെ സാധനങ്ങളൊക്കെ ഞാനിതാണ് നെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം വേറെ സൈഡിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം. ഒന്നേലും നമ്മൾ ചെയ്യുന്നത് അറിയില്ല. എന്നാൽ നമ്മൾ ടിയർ കാർഡ് ഉണ്ടാക്കിയത്. എന്നാൽ നമുക്ക് ഇപ്രാവശ്യം ടിയർ ഗിഫ്റ്റ് ഉണ്ടാക്കിയാലോ? യെസ് കാസ്, ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ റെഡിയാവുന്നത്. നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ വേണ്ടി A4 ഷീറ്റ് പേപ്പർ എടുക്കാം. വൈ ഗൈസ് ഓൾവേസ് റൈറ്റിംഗ് A4 ഷീറ്റ്. Take any paper that don't like anything. Yes, I don't like that. ഇത്ര ഇംഗ്ലീഷൊന്നും വേണ്ട. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയണ്ടാവില്ല മതി. ജസ്റ്റ് നമുക്ക് സെൻറ്റിമീറ്റേഴ്സൊക്കെ ഞാൻ നോക്കട്ടെ. പിന്നെ മിനിയേച്ചർ സാധനങ്ങളെല്ലാം ഉണ്ടാവില്ലേ, ഒരു 3 മതിയായിരിക്കും. 3 സെൻറ്റിമീറ്റർ. ഇതിലൊന്നും ക്ലിയർ അല്ല. Take the transparent scale അത്ര ഇല്ല. ഒരു ട്രാൻസ്പെറൻറ്റ് സ്കെയിലൊക്കെ എനിക്ക് കാണാം. അപ്പോൾ ഗായ്സ് ചളി പിടിച്ച് ട്രാൻസ്പെറൻറ്റ് സ്കെയിൽ എവിടെ നിന്നൊക്കെ ഞാൻ പിടിച്ചോണ്ട് വന്നിട്ടാണ് ഇതൊക്കെ എടുത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും
3 സെൻറ്റിമീറ്റർ പതിവൊന്നും നോക്കട്ടെ. ഓക്കെ, 3 സെൻറ്റിമീറ്റർ ഒന്നൊരു ബിറ്റിനാണുള്ളത്. 2 സെൻറ്റിമീറ്റർ ഒരു ഒന്നിനാക്കുന്നത്. അതിലൊരു നല്ലൊരു പറയുന്നത് 5 സെൻറ്റിമീറ്റർ നമുക്ക് ടോട്ടൽ സൈൻ മേടിച്ചിട്ടുണ്ട്. ടോട്ടൽ സൈൻ നമുക്ക് അളക്കാം. 5 സെൻറ്റിമീറ്റർ. 5 centimeter is the total size. Okay, yes, you can't see it. Can I take a try to see yours? You can see yours. Can I try? Can I try? This is my try. You can see this too. ഇത്രയാണ് നമ്മൾ. ബാക്കി നമുക്ക് 5 സെൻറ്റിമീറ്റർ ഇങ്ങനെ വേണം. 5 സെൻറ്റിമീറ്ററാണ്, 3 നമുക്ക് വേണം. അപ്പം ഗൈസ് വേറെ സ്ഥലങ്ങളുണ്ട്. ഇത് മാത്രമാണ് ഗൈസ്. ഇതിലൊരു 2 സെൻറ്റിമീറ്റർ നമുക്ക് വേണം കേട്ടോ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എടുക്കുക. ശ്രമിക്കുക. ടോട്ടൽ 10 സെൻറ്റിമീറ്റർ എടുക്കണം നിങ്ങൾ. 10 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുക. എന്ത് പരിപാടി? ഏത് പരിപാടി ആയിരിക്കണം നിങ്ങൾ വിചാരിക്കുക. യെസ് ഗൈസ്, 10 സെൻറ്റിമീറ്ററും കൂടെ വരച്ച് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ഒരു വര വരയ്ക്കാൻ. വരച്ച് നമുക്കത് അകഭാഗമാക്കുക ഗൈസ്. അത് നമുക്കൊരു കുഴപ്പമില്ല ഗൈസ്. രണ്ടാമത്തെ 5 മൂന്നാമത്തെ 5 ഗൈസ്. ഇത് വരയ്ക്കുന്നത് ഗൈസ്. ലൈൻ വരയ്ക്കാം. ഇത് സംഭവമൊക്കെ സെറ്റാണ്. നമുക്കിനി നേരെ കട്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. ഗോട്ട് ഇറ്റ്. അങ്ങനെ ഒരു തവണ ഇങ്ങനെ നമ്മൾ യൂട്യൂബ്സൊക്കെ ചെയ്യുന്ന പരിപാടി എനിക്കൊന്ന് വർക്കായിരുന്നു. അതന്നെ എനിക്ക് സന്തോഷം. ഓക്കെ ഗൈസ്, സംഭവം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇങ്ങനെയായിട്ട് കറക്റ്റ് സൈസിലൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മടക്കിയെടുക്കട്ടെ. അപ്പം ഞാനിപ്പോൾ മടക്കിയൊക്കെ എടുത്തിട്ട് കഴിഞ്ഞു. അപ്പം നിങ്ങളെ അപ്പോൾ മടക്കിയെടുത്തത് വിചാരിക്കുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഈ ഒരു സാധനത്തിൻ്റെ ചെറിയൊരു 5 സെൻറ്റിമീറ്റർ നിങ്ങൾ എന്തായാലും നടക്കൂടെ ഒന്ന് വരയ്ക്കണം കേട്ടോ. അത് നിർബന്ധമായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ആ ചെയ്ത് കൊടുത്ത ഭാഗം നമുക്ക് അങ്ങനെ കിട്ടുമല്ലോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു അറ്റം കിട്ടുന്നവരെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര നിങ്ങൾ പീസ് 5 സെൻറ്റിമീറ്റർ വരച്ചു എത്ര സെൻറ്റിമീറ്റർ കിട്ടും. ഞാനിപ്പോൾ മുകളിൽ വെച്ചത് എനിക്ക് കിട്ടി. അത് ആക്ച്വലി കറക്റ്റാണ്. ഇനി ഗമ്മിൻ്റെ പരിപാടികളാണ് ഗൈസ്. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കിട്ടും. ഒരു പുതിയ കറക്റ്റ് ആവണമെങ്കിൽ ഗൈസ് ഇതേ തന്നെ ചെയ്യണം. സെൻറ്റർ ചെയ്യണം. ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം ഗൈസ്. ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കതിൽ കിട്ടില്ല. Actually, I think we won't want to do the center. Okay guys, ഞാനിപ്പോൾ സെൻറ്റർ ഇപ്പം ചെയ്യുന്നില്ല. ചിലപ്പോൾ ഞാൻ പിന്നീട് പറയാം കേട്ടോ സെൻറ്റർ ചെയ്യണോ വേണ്ടത്. അപ്പോൾ ഞാനതാണ്ട് സംഭവം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. Okay guys, I got it. We don't want to do the center. Yes. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? നമ്മൾ സെൻറ്റർ ചെയ്യണം. ഞാൻ ഒട്ടിക്കുമ്പോൾ നമ്മൾ സൈഡ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിക്കാത്തതാണ് നമുക്ക് സൈഡിൽ. അപ്പോൾ ഒപ്പം ഇങ്ങനെ കഴിയും. കണ്ടോ? സെൻറ്റർ ഒട്ടിച്ചിരുന്നെങ്കിൽ ഈ സംഭവം കിട്ടില്ലായിരുന്നു. സെൻറ്റർ ഒട്ടിക്കാതെയായിരുന്നു നല്ലതായിരുന്നു. സെൻറ്റർ ഒട്ടിക്കാത്ത ഭാഗ്യമായിരുന്നു. ഞാനിപ്പോൾ സെൻറ്ററിൽ തന്നെ ഇങ്ങനെ ആദ്യത്തെ സെക്കൻഡ് ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈ അല്ലേ, സെക്കൻഡ് ഞാൻ ബട്ടർഫ്ലൈ തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട്.
നമുക്ക് ഒരു ബട്ടർഫ്ലൈ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. നമുക്ക് വേണമെങ്കിൽ സ്വീറ്റ്സും ഒക്കെ കേട്ടോ. യു ക്യാൻ ഓൾസോ ഡു ദ സ്വീറ്റ്സ് ഓൾസോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനത്തെ സാധനമൊന്നും ഇല്ലെങ്കിൽ പേടിക്കേണ്ട. വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റോ ചെറിയ കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ടാവില്ലേ നിങ്ങൾ വാങ്ങാൻ പോകുന്നവരാണെങ്കിൽ ഇപ്പം ഓർത്തോ ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കോ. വാങ്ങുന്നുമില്ല അല്ലെങ്കിൽ വാങ്ങുകയും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ടെന്ന് എനിക്കാണെങ്കിൽ ഞാൻ പറയുന്ന ഗുഡ് ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ബീഡ്സ് ഓർ ചോക്ലേറ്റ്സ്. നിങ്ങളെ അമ്മേൻ്റെ കൂടെ ചോക്ലേറ്റ് മിഠായിയോ അതിന് മിഠായിയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനും കൂടെ നിങ്ങൾക്കാന്ന് പറഞ്ഞിട്ടൊന്ന് വാങ്ങിക്കോ. അല്ലാതെ നിങ്ങൾക്ക് വാങ്ങാനുള്ള ഓപ്ഷൻസ് ഇല്ലാതെ എനിക്ക് ഓപ്ഷൻസ് ഒന്നും കഴിയില്ല. അപ്പം ഞാൻ പറഞ്ഞ തന്നെ തോടിലും ഞാൻ പറഞ്ഞ സാധനം തന്നെ ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഫോർത്തിലും ഞാൻ പറഞ്ഞ സാധനം തന്നെ എനിക്ക് ഫസ്റ്റിലും ഞാൻ സെക്കൻഡ് ചെയ്തു, തേർഡ് ചെയ്തു. ഫസ്റ്റ് മാത്രം ഞാൻ ചെയ്തില്ല അല്ലേ. ഫസ്റ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ തേർഡും സെറ്റാണ്, സെക്കൻഡ് സെറ്റാണ്, ഫസ്റ്റ് മാത്രമാണ് എനിക്ക് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യാൻ കിട്ടിയത്. സെക്കൻഡ് ആവാം നടുത്തതാണ് അതുകൊണ്ടാണ് സ്ഥലത്ത് സെക്കൻഡ് ഓപ്പൺ ചെയ്തത്. അല്ലെങ്കിൽ നമുക്കിത് ഫസ്റ്റ് തന്നെ എഴുതി തുടങ്ങാം. ഫസ്റ്റിന് മാത്രം ഗൈസ് ഒരു തടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അല്ലേ. യെസ് യാ, യു ഓൾസോ ക്യാൻ ഫീൽ ദാറ്റ് യാ. Sometimes you look clearly, you looked only like clearly you look, but then you can also see that they worked out. Actually guys, okay guys, just a catch for the special. കുറച്ച് നേരം അമർത്തി പിടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാനപ്പം അമർത്തി പിടിച്ചിട്ട് ഉണങ്ങിയിട്ട് ഞാൻ കുറച്ച് ടച്ചപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. യെസ് ഗൈസ്, നമ്മുടെ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. ടിയർ ഡ്രൈ ഡ്രൈ ഒക്കെ ആക്കിയിട്ടുണ്ട്. We can wait for the part 3. ഓക്കെ, ഇന്നെങ്കിലും ഒരു പോകാനായിട്ടൊരു ഇൻട്രോ പറയുന്നതെന്ന് വിചാരിച്ചു ഗൈസ്. വേറെ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇൻട്രോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഒരു ഉറുമ്പുകുട്ടനും കൂടെ ഉണ്ട് ഗൈസ്, അവരുണ്ടായിക്കോട്ടെ. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ.